പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വീണ്ടും തുടർ പീഡന വാർത്ത വരുന്നു. അടൂരിൽ 17-കാരിയാണ് പീഡനത്തിന് ഇരയായത്. കുട്ടിയുടെ മൊഴി പ്രകാരം 9 കേസ് രജിസ്റ്റർ ചെയ്തതായാണ് വിവരങ്ങൾ. 8 എണ്ണം അടൂർ സ്റ്റേഷനിലും 1 എണ്ണം നൂറനാട് സ്റ്റേഷനിലുമാണെന്നാണ് വിവരങ്ങൾ. അടൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 3 പേർ റിമാൻഡിലും കൗമാരക്കാരൻ കസ്റ്റഡിയിലുള്ളതായും വിവരങ്ങളുണ്ട്. ഇതിൽ ബന്ധുക്കളും അയൽവാസികളും സഹപാഠികളും ഉൾപ്പെടുന്നു. അടൂരിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നൂറനാടിന് കൈമാറിയ കേസിൽ മേട്ടുപ്പുറം സ്വദേശിയായ തങ്ങളാണ് പ്രതി. നിലവിൽ പെൺകുട്ടി അടൂരിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ 1-ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിലാണ് പെൺകുട്ടി പീഡനം തുറന്നു പറഞ്ഞത്. 2019 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മേട്ടുപ്പുറം സ്വദേശിയായ തങ്ങൾ പീഡിപ്പിച്ചതെന്നാണ് മൊഴി. പഠനകാര്യത്തിൽ പിന്നോക്കം പോയ കുട്ടിയെ പ്രാർത്ഥനയ്ക്കും മറ്റുമായിട്ടാണ് തങ്ങളുടെ വീട്ടിൽ പോയത്. ഇവിടെ വെച്ച് ശാരീരികമായി തങ്ങൾ ഉപദ്രവിച്ചുവെന്നാണ് മൊഴിയിലുള്ളത്. 2 വർഷം മുൻപാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമായവർ ലൈംഗികമായി പീഡിപ്പിച്ചത്. പെൺകുട്ടിയുടെ നഗ്നചിത്രം പ്രചരിപ്പിച്ചതിനാണ് കൗമാരക്കാരനെ കസ്റ്റഡിയിലെടുത്തത്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടവരാണ് പീഡിപ്പിച്ചതെന്നാണ് കുട്ടിയുടെ മൊഴി. ഇതേ തുടർന്നാണ് 9 കേസുകൾ രജിസ്റ്റർ ചെയ്തത്. ഒരു കേസ് നൂറനാട് സ്റ്റേഷൻ പരിധിയിലേക്കായതിനാലാണ് അവിടേക്ക് മാറ്റിയത്. കൂടുതൽ പേർ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, അടൂർ.